ഹായ് എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ് പ്രിലിമിനറി ഒക്കെ എഴുതിയവർക്ക് മനസ്സിലായി കാണും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് തുടങ്ങാം. തുടർച്ചയായി 2 തവണ ഇന്ത്യൻ രാഷ്ട്രപതിയായത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തുടർച്ചയായി 2 തവണ ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ആദ്യമായി പഞ്ചായത്ത് രാജ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയുടെ നെല്ലറ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ നെല്ലറ ആന്ധ്രാപ്രദേശ്. വിവാദമായ പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയതാര്? ആർ ബാലകൃഷ്ണപിള്ള. വിവാദമായ പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയതാരാണ്? ആർ ബാലകൃഷ്ണപിള്ള. തൃശൂർ പൂരം ആരംഭിച്ച കൊച്ചി രാജാവ്? ശക്തൻ തമ്പുരാൻ. തൃശൂർ പൂരം ആരംഭിച്ച കൊച്ചി രാജാവാണ് ശക്തൻ തമ്പുരാൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ടായ ഭക്രാനങ്കൽ ഏത് നദിക്ക് കുറുകെയാണ്? അത് സത്ലജ് നദിക്ക് കുറുകെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ടായ ഭക്രാനങ്കൽ ഏത് നദിക്ക് കുറുകെയാണെന്ന് ചോദിച്ചാൽ അത് സത്ലജ് നദിക്ക് കുറുകെയാണ്. എലിസ ടെസ്റ്റ് നടത്തുന്നത് ഏത് രോഗം തിരിച്ചറിയാനാണ്? എയ്ഡ്സ്. എലിസ ടെസ്റ്റ് ഏത് രോഗം തിരിച്ചറിയാനാണ്? എയ്ഡ്സ്. പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയ്ക്കായി പകരാൻ സഹായിക്കുന്നത് ജീനുകളാണ്. പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയ്ക്കായി പകരാൻ സഹായിക്കുന്നത് ജീനുകൾ. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് പ്ലാറ്റിനം. ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയത് ആരാണ്? ഒ വി വിജയൻ. ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതിയത് ഒ വി വിജയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി പിന്നീട് മാറിയത്. അപ്പം ഇന്ത്യൻ ഭരണഘടന ആമുഖം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. വാഗൺ ട്രാജഡി കേരളത്തിലെ ഏത് പ്രക്ഷോഭവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് മലബാർ കലാപം, മലബാർ ലഹളയാണ്. വാഗൺ ട്രാജഡി കേരളത്തിലെ ഏത് പ്രക്ഷോഭവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മലബാർ ലഹള. എന്നാണ്? 1921 വാഗൺ ട്രാജഡി നടന്നത്. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടക്കുന്നത്. അപ്പോൾ ഈ മലബാറിലെ കലാപകാരികളെ ഒരു ഗുഡ്സ് വാഗണിൽ നിറച്ചവരെ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോകും വഴി 90 പേരിൽ 67 പേരും ശ്വാസം കിട്ടാതെ മരിച്ച സംഭവമാണ് എന്ത്? വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനായിരുന്നു T.S. ഹിച്ച്കോക്ക്. ഈ ഹിച്ച്കോക്കിനെ പിന്നീട് കലാപകാരികൾ വധിക്കുന്നുണ്ട് കേട്ടോ. മലബാർ കലാപത്തെ തുടർന്ന് കലാപകാരികൾ കൊല്ലപ്പെടുത്തുന്ന പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതാ? കോയമ്പത്തൂരിനടുത്ത് ഉള്ള പോത്തന്നൂർ സ്റ്റേഷനിലാണ് വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാഗൺ ട്രാജഡിയെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? അത് തിരൂരിലാണ്. വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? തിരൂരിലാണ്. ഈ പറഞ്ഞതെല്ലാം എക്സ്ട്രാ ഫാക്റ്റാണ്. ഇത് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. രാജ്യസഭയിലെ എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 12. രാജ്യസഭയിലെ എത്ര അംഗങ്ങളെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 12. ലാറി ബേക്കറുടെ പ്രവർത്തന മേഖല ഭവന നിർമ്മാണം. ലാറി ബേക്കറുടെ പ്രവർത്തന മേഖല ഏതാണ്? ഭവന നിർമ്മാണമാണ്. ആദ്യമായി ബഹിരാകാശത്ത് പോയ ജീവി നായ. ആദ്യമായി ബഹിരാകാശത്ത് പോയ ജീവി നായയാണ്. ബുൾ മാർക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓഹരി വിപണി. ബുൾ മാർക്കറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓഹരി വിപണി. നെടുങ്ങാടി ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. നെടുങ്ങാടി ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. രേവതി പട്ടത്താനം എന്നറിയപ്പെട്ട പാണ്ഡിത്യ ചടങ്ങ് നടന്നിരുന്ന ക്ഷേത്രം ഏതാണ്? തളി ക്ഷേത്രം. രേവതി പട്ടത്താനം എന്നറിയപ്പെട്ട പാണ്ഡിത്യ ചടങ്ങ് നടന്നിരുന്നത് ഏത് ക്ഷേത്രത്തിലാണ്? തളി ക്ഷേത്രം. സിന്ധു നദീതട നാഗരികർ ആരാധിച്ചിരുന്ന മൃഗമാണ് കാള. സിന്ധു നദീതട നാഗരികർ ആരാധിച്ചിരുന്ന മൃഗമാണ് കാള. ഇതൊക്കെ LP UP ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബേക്കൽ ടൂറിസ്റ്റ് കേന്ദ്രം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ബേക്കൽ ടൂറിസ്റ്റ് കേന്ദ്രം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. സിഖുകാരുടെ അവസാനത്തെ ഗുരുവാണ് ഗുരു ഗോവിന്ദ സിംഗ്. സിഖുകാരുടെ അവസാനത്തെ ഗുരു ഗോവിന്ദ സിംഗ്. ഭാരതരത്നവും നിഷാൻ ഇ പാകിസ്ഥാനും നേടിയ ഇന്ത്യക്കാരനാണ് മൊറാർജി ദേശായി. ഭാരതരത്നവും നിഷാൻ ഇ പാകിസ്ഥാനും നേടിയ ഇന്ത്യക്കാരൻ മൊറാർജി ദേശായി. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി എത്ര വർഷം? 6 വർഷം. രാജ്യസഭാംഗത്തിൻ്റെ കാലാവധി 6 വർഷം.
കേരളത്തിലെ രണ്ടാമത്തെ റേഡിയോ നിലയം എവിടെ? കോഴിക്കോട്. കേരളത്തിലെ രണ്ടാമത്തെ റേഡിയോ നിലയം കോഴിക്കോട്. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണമാണ് വെള്ള. പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന വർണ്ണം വെളുപ്പ്, വെള്ള. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം. തച്ചോളി ഉദയനൻ്റെ ജന്മസ്ഥലം വടകര. തച്ചോളി ഉദയനൻ്റെ ജന്മസ്ഥലം വടകര. ഹെപ്പറ്റോളജി ഏത് വിഷയവുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ്? കരൾ. ഹെപ്പറ്റോളജി ഏത് വിഷയവുമായി ബന്ധപ്പെട്ട പഠനശാഖയാണ്? കരൾ. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരൂര്. തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തിരൂര്. ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊൽക്കത്ത. ഈഡൻ ഗാർഡൻ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. സസ്യങ്ങളുടെ പ്രതികരണശേഷി തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജഗദീഷ് ചന്ദ്ര ബോസ്. സസ്യങ്ങളുടെ പ്രതികരണശേഷി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജഗദീഷ് ചന്ദ്ര ബോസ്. റേഡിയോ കണ്ടുപിടിച്ചതാര്? മാർക്കോണി. റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി. ഹരിതകമുള്ള ജന്തുവാണ് യുഗ്ലീന. ഹരിതകമുള്ള ജന്തുവാണ് യുഗ്ലീന. സംസ്ഥാനങ്ങളുടെ ഭരണത്തലവനായ ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി. സംസ്ഥാനങ്ങളുടെ ഭരണത്തലവനായ ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ജനഗണമന ചൊല്ലാൻ വേണ്ട സമയം 52 സെക്കൻഡ്. ജനഗണമന ചൊല്ലാൻ വേണ്ട സമയം, ദേശീയഗാനമായ ജനഗണമന ചൊല്ലാൻ വേണ്ട സമയം 52 സെക്കൻഡാണ്. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ദേശീയ അംഗീകാരം ലഭിച്ച ആദ്യ മലയാള ചലച്ചിത്രമാണ് നീലക്കുയിൽ. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടി ദേശീയ അംഗീകാരം ലഭിച്ച ആദ്യ മലയാള ചലച്ചിത്രമാണ് നീലക്കുയിൽ. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്നത് കഥകളി. ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യർ വിശേഷിപ്പിക്കുന്നത് കഥകളി. ചോളത്തിൻ്റെയും വാനിലയുടെയും ജന്മനാട് മെക്സിക്കോ. ചോളത്തിൻ്റെയും വാനിലയുടെയും ജന്മനാടാണ് മെക്സിക്കോ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമാണ് മീററ്റ്. ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ ആരുടെ പുസ്തകമാണ്? സലീം അലി. പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പുസ്തകമാണ് ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്നത്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. സൈലന്റ് വാലിയുടെ പ്രത്യേകത. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൻ്റെ പ്രത്യേകത എന്നാണ്? സിംഹവാലൻ കുരങ്ങുകളാണ് അവിടുത്തെ പ്രത്യേകത. ഗ്രഹങ്ങളിൽ ഏതിനാണ് തുരുമ്പിച്ച ഗ്രഹം എന്ന പേരുള്ളത്? ചൊവ്വ. അപ്പോൾ തുരുമ്പിച്ച ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വ ഗ്രഹത്തെയാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 1922 പ്രാധാന്യം എന്ത്? ചൗരി ചൗര സംഭവം. എന്താ ചൗരി ചൗര സംഭവം? പോലീസുകാർ ജനങ്ങൾ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. അതിൽ 22 പോലീസുകാർ മരണപ്പെട്ടു. ഇതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുന്നു. അപ്പോൾ 1922 പ്രാധാന്യം എന്താണ്? ചൗരി ചൗര സംഭവം. ഫിലമെൻ്റ് ലാമ്പിൽ നിറയ്ക്കുന്ന വാതകമാണ് ആർഗൺ. ഫിലമെൻ്റ് ലാമ്പിൽ നിറയ്ക്കുന്ന വാതകം ഏതാ? ആർഗണാണ്. MS സ്വാമിനാഥൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃഷി. MS സ്വാമിനാഥൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃഷി. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞ. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞയാണ്. പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ മണ്ണിൽ എന്തിൻ്റെ അളവാണ് വർദ്ധിപ്പിക്കുന്നത്? നൈട്രജൻ. പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ മണ്ണിൽ എന്തിൻ്റെ അളവാണ് വർദ്ധിപ്പിക്കുന്നത്? നൈട്രജൻ. ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ആകാശം എന്തായി തോന്നുന്നു? കറുപ്പ്. ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ആകാശം എന്തായി തോന്നുന്നു? കറുപ്പ്. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന രോഗമാണ് ഹീമോഫീലിയ. രക്തം കട്ട പിടിക്കാതിരിക്കുന്ന അവസ്ഥ രോഗം ഹീമോഫീലിയ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പു. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഡോക്ടർ പൽപ്പു. ഇന്ത്യയിലെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ ഭൂരിഭാഗവും ഏത് വിഭാഗത്തിൽ നിന്നാണ്? താപവൈദ്യുതി. ഇന്ത്യയിലെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ ഭൂരിഭാഗവും ഏത് മേഖലയിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് താപവൈദ്യുതി മേഖലയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അവസര സമത്വം ഉറപ്പു നൽകുന്ന വകുപ്പാണ് 16. ഇന്ത്യൻ ഭരണഘടനയിലെ അവസര സമത്വം ഉറപ്പു നൽകുന്ന വകുപ്പാണ് 16. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ചൈനീസ് റോസ് എന്നറിയപ്പെടുന്ന പുഷ്പമാണ് ചെമ്പരത്തി. സർവീസ് സ്റ്റോറി ആരുടെ ആത്മകഥയാണ്? മലയാറ്റൂർ. സർവീസ് സ്റ്റോറി ആരുടെ ആത്മകഥയാണ്? മലയാറ്റൂരിൻ്റെ ആത്മകഥയാണ് കേട്ടോ സർവീസ് സ്റ്റോറി എന്ന് പറയുന്നത്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം സ്കർവി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. മാർബിളിൻ്റെ രാസനാമമാണ് കാൽസ്യം കാർബണേറ്റ്. മാർബിളിൻ്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ്. ഓസോൺ പാളിക്ക് അപകടം വരുത്തുന്നതാര്? ക്ലോറോ ഫ്ലൂറോ കാർബണാണ്. CFC. ഏറ്റവും ഒടുവിലത്തെ ഗുപ്തരാജാവാണ് സ്കന്ദഗുപ്തൻ. ഏറ്റവും ഒടുവിലത്തെ ഗുപ്തരാജാവ് സ്കന്ദഗുപ്തൻ. കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്ക്. പൂക്കോട്ട് തടാകം എവിടെയാണ്? വയനാട്. പൂക്കോട്ട് തടാകം എവിടെയാണ്? വയനാട്.
പൂക്കോട് ശുദ്ധജല തടാകമാണ് കേട്ടോ. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജം. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. കഴിഞ്ഞ ദിവസത്തെ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ശാന്തിവനം ആരുടെ വിശ്രമ സ്ഥലമാണ്? അന്ത്യവിശ്രമ സ്ഥലമാണ് നെഹ്റു. ശാന്തിവനം ആരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ്? നെഹ്റു. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ഓം. പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓം. സ്വയം പരാഗണം സാധ്യമല്ലാത്ത ഒരു സുഗന്ധവ്യഞ്ജനമാണ് വാനില. സ്വയം പരാഗണം സാധ്യമല്ലാത്ത ഒരു സുഗന്ധവ്യഞ്ജനം വാനില. ഏത് രോഗികൾക്കാണ് റേഡിയോ തെറാപ്പി നൽകുന്നത്? ക്യാൻസർ. ഏത് രോഗികൾക്കാണ് റേഡിയോ തെറാപ്പി നൽകുന്നത്? ക്യാൻസർ. നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത് എവിടെയാണ്? ബീഹാർ. നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത് എവിടെ? ബീഹാർ. റോയിറ്റർ ഏത് രാജ്യത്തിൻ്റെ ന്യൂസ് ഏജൻസിയാണ്? ബ്രിട്ടൻ. റോയിറ്റർ ഏത് രാജ്യത്തിൻ്റെ ന്യൂസ് ഏജൻസിയാണ്? ബ്രിട്ടൻ. കേരള സ്റ്റേറ്റ് ബാംബൂ കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലി. കേരള സ്റ്റേറ്റ് ബാംബൂ കോർപ്പറേഷൻ്റെ ആസ്ഥാനം അങ്കമാലി. ഫത്തേപൂർ സിക്രി എന്ന പട്ടണം പണികഴിപ്പിച്ചത് ആരാണ്? അക്ബറാണ്. ഫത്തേപൂർ സിക്രി എന്ന പട്ടണം പണികഴിപ്പിച്ചത് അക്ബറാണ്. സമുദ്രത്തിനടിയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യമാണ് മാലിദ്വീപ്. സമുദ്രത്തിനടിയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന രാജ്യം ഏതാണ്? മാലിദ്വീപ്. ഏറ്റവും അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷം അരയാൽ. ഏറ്റവും അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷം അരയാൽ. നമ്മുടെ സാധാരണ ശരീരോഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മുടെ സാധാരണ ശരീരോഷ്മാവ് 37 ഡിഗ്രി സെൽഷ്യസ്. കൊച്ചി കപ്പൽ നിർമ്മാണശാല നിർമ്മിച്ച ആദ്യ കപ്പലാണ് റാണി പത്മിനി. കൊച്ചി കപ്പൽ നിർമ്മാണശാല നിർമ്മിച്ച ആദ്യ കപ്പലാണ് റാണി പത്മിനി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കി. അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മഹാരാഷ്ട്ര. അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മഹാരാഷ്ട്ര. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് സ്വയംവരം. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് സ്വയംവരം. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം 3. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗമാണ് ഭാഗം 3. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വീണ്ടും കേൾക്കുക. ഇതിൽ കാണാൻ സമയമില്ലാത്തവർ ഇതൊന്ന് ഓടിച്ച് കേൾക്കുകയെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും ഉപകാരപ്പെടും. ഓക്കെ. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.